CUT 2026 ആപ്ലിക്കേഷൻ വിളിച്ചിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാതിരിക്കുന്നവര് ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ കൊടുക്കുക എന്നാണ് ഇതിൽ പറയുന്നത്. വളരെ സ്പീഡിൽ വേഗം പറഞ്ഞു പോകാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഹെൽപ്പ് ലൈനിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ഒരു പേടിയും വേണ്ട. റീപ്ലൈ ചിലപ്പോൾ കുറച്ച് ലേറ്റ് ആയി പോകും, കാരണം ഒരുപാട് മെസ്സേജ് വരുന്നില്ലേ. എന്നാൽ നിങ്ങൾക്ക് റീപ്ലൈ കിട്ടുന്നുണ്ടോ? സോ നമുക്ക് സ്പീഡാക്കാം. ആദ്യം തന്നെ നിങ്ങൾ CUT.NDA.NIC.in എന്ന് പറയുന്ന സൈറ്റിൽ ലോഗിൻ ചെയ്യുക കേട്ടോ. അപ്പൊ തന്നെ ഇതാ നേരെ കയറുന്നത്, ലോഗിൻ അല്ല, ആ സൈറ്റിൽ കയറിയാൽ മതി. സൈറ്റ് കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതാ രജിസ്ട്രേഷൻ ഫോർ CUT എന്നുള്ള സാധനം ഇവിടെ കാണാൻ പറ്റും. അതിലിങ്ങനെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് അടുത്ത പേജിലേക്ക് രജിസ്ട്രേഷൻ ഫോർ CUT UG 2026 വീണ്ടും ഒരു ചുവന്ന അക്ഷരത്തിൽ കാണാൻ പറ്റും. അതിലും കൂടി ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതാ വീണ്ടും ഒരു 3 ബോക്സ് ഉള്ള ഒരു പേജ് എത്തും. അതിൽ നടുക്കത്തെ ബോക്സിൽ ന്യൂ രജിസ്ട്രേഷൻ, നിങ്ങൾ ന്യൂ രജിസ്ട്രേഷൻ ആണ്. അപ്പൊ നിങ്ങൾ ഒരു ന്യൂ രജിസ്ട്രേഷൻ കൊടുക്കുക. രജിസ്ട്രേഷൻ കൊടുക്കുന്നു. സോ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള നിങ്ങളുടെ പേര്, നിങ്ങളുടെ അച്ഛന്റെ പേര്, അമ്മയുടെ പേര്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ സൂക്ഷിച്ചു കൊടുക്കുക, തെറ്റിക്കാതെ കൊടുക്കുക. അത് തന്നെ റിപ്പീറ്റ് ആയിട്ട് ഇവിടെയും കൊടുക്കുക. കൺഫേം പേഴ്സണൽ ഡീറ്റെയിൽസ്. നിങ്ങൾ ഇപ്പൊ കൊടുത്ത പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്ന് കൺഫേം ചെയ്യാനാണ്, അതുകൊണ്ട് തെറ്റിക്കരുത്. കാരണം അത് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടായിരിക്കാം അവർ 2 തവണ കൺഫേം ചെയ്യുന്നത്. കാരണം പിന്നീട് നിങ്ങൾക്ക് ഇത് എഡിറ്റ് ചെയ്യാനേ പറ്റിയെന്ന് വരില്ല. അപ്പൊ അതെന്ത് ചെയ്യുന്നു, നേരെ അടിക്കുന്നു, മുന്നോട്ട് തന്നെ പോകുന്നു. നിങ്ങളുടെ പ്രസന്റ് അഡ്രസ് ഫില്ല് ചെയ്യുക. നിങ്ങളുടെ വീട്ടുപേര്, നിങ്ങളുടെ ലൊക്കാലിറ്റി, സബ് ലൊക്കാലിറ്റി, അതായത് നിങ്ങളുടെ മെയിൻ സ്ഥലം, പിന്നെ വീടിന്റെ അടുത്തുള്ള ചെറിയ സ്ഥലം. വേണമെങ്കിൽ സബ് ലൊക്കാലിറ്റി ഇതിൽ ഓപ്ഷണലാണ്, കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഓക്കെ, ഇപ്പൊ എന്റെ മെയിൻ സ്ഥലം കാട്ടിക്കുളമാണ്, പക്ഷേ എന്റെ ചെമ്പകമൂല എന്ന് പറയുന്നതാണ് എന്റെ സബ് ലൊക്കാലിറ്റി ആയിട്ട് വരുന്നത്. സോ സബ് ലൊക്കാലിറ്റി കൊടുക്കണമെന്നില്ല. നിങ്ങളുടെ സ്ഥലം, മെയിൻ സ്ഥലം, ലൊക്കാലിറ്റി കൊടുക്കുക. നിങ്ങളുടെ കൺട്രി കൊടുക്കുക, സ്റ്റേറ്റ് കൊടുക്കുക, ജില്ല കൊടുക്കുക, പിൻകോഡ് കൊടുക്കുക. അതെന്താണ്, നിങ്ങളുടെ പ്രസന്റ് അഡ്രസ് ആണ്. ആ അഡ്രസ് മൊത്തം ഫിൽ ചെയ്തതിനു ശേഷം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ അഡ്രസ് കൊടുക്കുക. അതായത് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേഷൻ വരുന്നത് നിങ്ങളുടെ അഡ്രസ്സിലോട്ട് കത്തല്ല വരിക. എന്താ വരിക, നിങ്ങളുടെ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ വഴി നിങ്ങളുടെ ഫോണിലോട്ട്, നിങ്ങളുടെ മെയിലിലോട്ടൊക്കെയാ മെസ്സേജും കമ്മ്യൂണിക്കേഷനും വരിക. അപ്പൊ അത് ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല. അവിടെ കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കുക. നിങ്ങളുടെ ഇമെയിൽ ഐഡികൾ, നിങ്ങളുടെ ഈ കൺഫേം ഇമെയിൽ ഐഡി കണ്ടോ, ഒന്നും കൂടി ഇമെയിൽ ഐഡി അടിക്കണം. നിങ്ങളുടെ ഫോൺ നമ്പർ, നിങ്ങളുടെ ഒന്നും കൂടി ഫോൺ നമ്പർ അടിക്കണം. ഇനി ആൾട്ടർനേറ്റ് കോൺടാക്ട് നമ്പർ വേണമെങ്കിൽ ഓപ്ഷണൽ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും ട്ടോ. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പെർമനന്റ് അഡ്രസ് ചോദിക്കുന്നുണ്ട്. പെർമനന്റ് അഡ്രസ് വേറെയാണ്, നിങ്ങളുടെ സ്ഥിര അഡ്രസ് വേറെയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഫില്ല് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സെയിം പെർമനന്റ് അഡ്രസ് ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഓൾറെഡി നമ്മൾ നേരത്തെ ഫില്ല് ചെയ്ത അഡ്രസ് തന്നെ എന്തായിക്കോളും, പെർമനന്റ് അഡ്രസ്സിലോട്ടും കയറിക്കോളും. ഇനി ചൂസ് പാസ്വേഡ്. അപ്പൊ നിങ്ങളൊരു അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ പാസ്വേഡ് വേണ്ടേ? പാസ്വേഡ് വേണം. അപ്പൊ ഈ പാസ്വേഡ് എന്ന് പറയുന്നത് എങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കണം എന്നൊക്കെയുള്ളത് നമുക്ക് ഇവിടെ എവിടെയോ ഇൻഫർമേഷൻ ഉണ്ട്. ആ ഇൻഫർമേഷനിൽ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും. ഇത് സ്ക്രീൻഷോട്ട്സ് ആണ് നമ്മുടെ ആപ്ലിക്കേഷന്റെ. നിങ്ങൾ ലൈവായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യും, ഒരു ഇൻഫർമേഷൻ ബോക്സിൽ കാണിക്കാൻ പറ്റും. അതിൽ പറയുന്ന പോലെ മിനിമം 8 ക്യാരക്ടേഴ്സ് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ കാണിക്കും. അതനുസരിച്ച് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക, അത് കൺഫേം ചെയ്യുക. ഇനി ഈ പാസ്വേഡ് എപ്പോഴെങ്കിലും നിങ്ങൾ മറന്നുപോയാൽ, മറന്നുപോയില്ലേ, മനുഷ്യരല്ലേ, മറന്നു പോയി കഴിഞ്ഞാൽ അത് റീസെറ്റ് ചെയ്യണ്ടേ? അപ്പൊ അത്തരം സിറ്റുവേഷനിൽ ഉപയോഗിക്കാൻ വേണ്ടി നമുക്കൊരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഫേവറേറ്റ് കളറോ അല്ലെങ്കിൽ നമ്മുടെ ആദ്യത്തെ വണ്ടിയോ വണ്ടി നമ്പറോ അങ്ങനെയൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻ ഇവിടെ ഓപ്ഷൻ ഉണ്ടാവും. അതിൽ സെറ്റ് ചെയ്യുക, അതിന്റെ ആൻസർ അടിച്ചു കൊടുക്കുക. ഓക്കെ, ഈ ആൻസർ മറന്നു പോകരുത്, ചോദ്യം മറന്നു പോകരുത്. എന്നിട്ട് അതിന്റെ ലാസ്റ്റ് എന്താണ്, ക്യാപ്ച. ഈ ക്യാപ്ച എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, പ്ലീസ് റിവ്യൂ ദ ഫോളോവിങ് ഇൻഫർമേഷൻ കെയർഫുള്ളി. ഏതൊക്കെയാണ് സാറേ ഈ ഫോളോവിങ് ഇൻഫർമേഷൻ? സാർ നോക്കാം. നമ്മൾ ഇത്രയും നേരം അടിച്ചു കൊടുത്ത നമ്മുടെ മുഴുവൻ ഇൻഫർമേഷനും ഒന്നും കൂടി ചെക്ക് ചെയ്യുക. കാരണം ഇത് നമ്മൾ എന്തെങ്കിലും തെറ്റ് വന്നത് അവർക്ക് അറിയണ്ടേ. അപ്പൊ നമ്മൾ ഒന്നും കൂടി ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഇതിൽ പോയിട്ട് എന്റെ നെയിം ചെക്ക് ചെയ്തു, ടിക്ക് മാർക്ക്. എന്റെ അച്ഛന്റെ പേര് ചെക്ക് ചെയ്തു, ടിക്ക് മാർക്ക്. അമ്മയുടെ ചെക്ക് ചെയ്തു, ഡേറ്റ് ഓഫ് ബർത്ത് ചെക്ക് ചെയ്തു, ഇമെയിൽ ID എല്ലാം ഞാൻ ചെക്ക് ചെയ്തു എന്നുള്ളതിന് ഈ ടിക്ക് ബോക്സുകൾ മൊത്തം ടിക്കിട്ട് വെക്കുക. ചെക്ക് ചെയ്തിട്ട് ടിക്കിട്ട് വെക്കണേ. വെറുതെ എനിക്കറിയാം ചെക്ക് ചെയ്ത് പോരുത്. കാരണം അഥവാ അത് തെറ്റിയിട്ടുണ്ടെങ്കിലോ നമുക്കറിയില്ലല്ലോ, കൂടിപ്പോയ ഒരു 10 സെക്കൻഡ് വെറുതെ എന്തിനാ നമ്മുടെ ഒരു വർഷം കളയുന്നത് അല്ലേ? അപ്പൊ സോ നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യുന്നു, ഐ അഗ്രി കൊടുക്കുന്നു. എന്നിട്ട് സബ്മിറ്റ് ആൻഡ് സെൻഡ് OTP ടു വെരിഫൈ നമ്പർ ഓപ്ഷൻ കൊടുക്കുക. എന്തെങ്കിലും തെറ്റുണ്ട് ചെക്ക് ചെയ്തപ്പം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എഡിറ്റ് ചെയ്യുക, വീണ്ടും എഡിറ്റ് ചെയ്തിട്ട് പിന്നെ വന്നിട്ട് ഒന്നും കൂടി സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, സോ തെറ്റുണ്ടെങ്കിൽ തിരുത്തി മുന്നോട്ട് പോവുക, തെറ്റില്ലെങ്കിൽ നേരെ സബ്മിറ്റ് ചെയ്യിക്കോളൂ. മുന്നോട്ട്. ഡു യു വിഷ് ടു സബ്മിറ്റ് രജിസ്ട്രേഷൻ ഫോം ആൻഡ് ഗെറ്റ് OPT അല്ല OTP. ഓക്കെ, യെസ് കൊടുത്തു, യെസ്. അപ്പൊ എന്ത് ചെയ്യുന്നു, നമുക്ക് നമ്മുടെ OTP വരും. OTP ചെയ്ത് കൺഫേം ചെയ്തു. നമ്മൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്, രജിസ്ട്രേഷൻ ഫോം എന്ന് പറയുന്ന സ്റ്റെപ്പ് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. നമ്മളൊരു അക്കൗണ്ട് അവിടെ രജിസ്റ്റർ ചെയ്ത് വെച്ചു, പക്ഷെ നമ്മൾ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടില്ല. എക്സാം എഴുതണമെങ്കിൽ അടുത്ത ആപ്ലിക്കേഷൻ ഫോമും ഫീ പേയ്മെന്റും നമുക്ക് ചെയ്യാനുണ്ട്. ഈ ആപ്ലിക്കേഷൻ ഫോം കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് January 30 ആണ്. ഫീ പേയ്മെന്റിന് January 31 വരെ സമയമുണ്ട്. പൈസ ഇല്ലാത്തവരാണെങ്കിൽ പയ്യെ അടച്ചാൽ മതി എന്നുള്ള സെറ്റപ്പാണ്. പക്ഷേ എന്ത് ചെയ്യണം, വേഗം തന്നെ ആ ആപ്ലിക്കേഷന്റെ കൂടെ അങ്ങ് അടച്ചു വെച്ച് തീർത്താൽ ആ പരിപാടി തീർന്നു. പിന്നെ ആ ഭാഗത്തേക്ക് മൈൻഡ് ചെയ്യണ്ടല്ലോ. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ഫോം തുടങ്ങാം. അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ഫോം ഓപ്ഷൻ കൊടുക്കുക. കാൻഡിഡേറ്റിന്റെ പേര്, കാൻഡിഡേറ്റിന്റെ ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ,
വീണ്ടും അച്ഛന്റെ പേര്, അമ്മയുടെ പേര്, നാഷണാലിറ്റി ഇന്ത്യൻ, ആഹാ ഇന്ത്യ, ഇന്ത്യ. ഓക്കെ, ഇനി സ്റ്റേറ്റ് ഓഫ് ഡൊമിസൈൽ, നിങ്ങൾ ഏത് സംസ്ഥാനക്കാരാണ്, നിങ്ങൾ ഏത് കാറ്റഗറിയാണ്, ജനറൽ ആണോ ഒ ബി സി ആണോ നിങ്ങളുടെ കാറ്റഗറി, അവിടെ നിങ്ങൾ അത് സെലക്ട് ചെയ്യണം, കൺഫേം കൊടുക്കുക. ഓക്കെ, സോ വേറെ കാറ്റഗറി, അതായത് റിസർവേഷൻ ഒക്കെ ഉള്ള കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾ അതിനുള്ള കുറച്ച് ഓപ്ഷൻസും കൂടി ഏതാണ് എന്നുള്ളതും കൂടി അടിച്ചു കൊടുക്കേണ്ടി വരും. അവിടെ ജനറൽ സെലക്ട് ചെയ്തുകൊണ്ട് ആ പ്രശ്നങ്ങളില്ല. ഇനി ആർ യു ഡയബറ്റിക്, നിങ്ങൾക്ക് ഷുഗർ ഉണ്ടോ, അങ്ങനത്തെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, ഉണ്ടെങ്കിൽ യെസ്, ഇല്ലെങ്കിൽ നോ, മുന്നോട്ട് പോവുക. ഇനി നോ കൊടുത്തു. പ്ലേസ് ഓഫ് റെസിഡൻസ്, അർബൻ ആണോ റൂറൽ ആണോ, ഗ്രാമവാസിയാണോ നഗരവാസിയാണോ, യെസ്. ഇനി ആനുവൽ ഫാമിലി ഇൻകം കൊടുക്കുക. മൈനോറിറ്റിയിൽ നിങ്ങൾ പെടുന്നുണ്ടോ, മൈനോറിറ്റി വിഭാഗക്കാരിൽ നിങ്ങൾ പെടുന്നുണ്ടോ. ഇനി വാർഡ് ഓഫ് ഡിഫൻസ് പേഴ്സണൽ എക്സ് സർവീസ്മാൻ, അതുപോലെ തന്നെ NCC കോട്ട, അതുപോലെ തന്നെ സ്പോർട്സ് കോട്ട, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്ന് കൊടുത്ത് മുന്നോട്ട് പോവുക. ഓക്കെ, ഉണ്ടെങ്കിൽ അതിനൊക്കെ പ്രൂഫ് കൊടുക്കേണ്ടി വരും. ഇനി എന്റർ ക്യാപ്ച, ഈ പറയുന്ന ക്യാപ്ച നേരെ അടിക്കുന്നു, സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുന്നു, മുന്നോട്ട് പോകുന്നു. യു വാണ്ട് ടു സബ്മിറ്റ് ദിസ്, are you sure you want to submit this സെക്ഷൻ, യെസ്. നമ്മൾ ഇത്ര അടിച്ച ശരിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സബ്മിറ്റ് ചെയ്തു, മുന്നോട്ട് പോകുന്നു, യെസ്. ഇനി നിങ്ങൾക്ക് അടുത്തത് ഡിസബിലിറ്റി ഡീറ്റെയിൽസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ യെസ് എന്ന് കൊടുക്കുക. പക്ഷെ അതിനുള്ള പ്രൂഫ്, അതിന്റെ ഡീറ്റെയിൽസും കൂടി അടുത്ത വിൻഡോയിൽ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇനി യാതൊരു ഡിസബിലിറ്റിയും ഇല്ല എങ്കിൽ നോ കൊടുക്കുന്നു, നേരെ എൻ്റർ ക്യാപ്ച, ഈ ക്യാപ്ച മുന്നോട്ടിരിക്കുന്നു, സബ്മിറ്റ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുന്നു, യെസ്. ഇനി അത് വീണ്ടും നമ്മൾ സബ്മിറ്റ് കൊടുക്കുന്നു. പിന്നെ നമ്മുടെ അടുത്ത ഐഡന്റിറ്റി ആണ്. അതായത് നമ്മുടെ പിന്നെ ഐഡന്റിറ്റി ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡന്റിറ്റി വെരിഫൈ ചെയ്യാം. ബെറ്റർ ആധാറാണ്, ആധാർ ഉള്ളവർക്ക് ആധാർ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. നേരെ ആധാർ കൊടുക്കുന്നു, ആധാറിൽ മുന്നോട്ട് പോകുന്നു. ചൂസ് ഐഡന്റിറ്റി ആധാർ, നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറും കണ്ടക്ട്സ് നെയിം ഒക്കെ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാകാം. ഐ വോളണ്ടറിലി എഗ്രി ടു ഷെയർ മൈ ആധാർ, അത് കൊടുക്കുന്നു. എന്നിട്ട് ആധാർ നമ്പർ, കൺഫേം ആധാർ നമ്പർ, മുന്നോട്ട് പോകുന്നു. ക്യാപ്ച അത് അടിക്കുന്നു, യെസ്. ഇനി നമ്മുടെ ആധാറുമായി ലിങ്ക് ചെയ്ത ഫോൺ നമ്പറിലോട്ട് ഒരു OTP വരും. ഓക്കെ, സോ എൻ്റർ വൺ ടൈം പാസ്വേഡ്. ഓക്കെ, OTP കൊടുക്കുന്നു. അതിൽ നിങ്ങൾക്ക് സ്റ്റിൽ റിസീവ് ആയില്ലെങ്കിൽ നിങ്ങൾ റീസെന്റ് OTP ബട്ടൺ ഒക്കെ ഉണ്ട് കേട്ടോ, യെസ്. ഇനി OTP നമ്പർ നമ്മൾ അടിക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതായി ക്യാപ്ചയും കൂടി അടിച്ചിട്ട് സബ്മിറ്റ് OTP കൊടുക്കുന്നു. സബ്മിറ്റ് OTP കൊടുത്താൽ മുമ്പോട്ട് പോകാം. യുവർ ഐഡന്റിറ്റി ഹാസ് ബീൻ സക്സസ്ഫുള്ളി വെരിഫൈഡ് വിത്ത് ആധാർ, ആധാറുമായി വെരിഫൈ ചെയ്തിട്ടുണ്ട്, ഡേറ്റ് ഉണ്ട്, നമ്മുടെ ആധാറിലെ ഫോട്ടോഗ്രാഫും നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും വരും. നമുക്കപ്പം എന്ത് വെരിഫൈഡ് ആയിട്ടുണ്ട് എന്ന് മനസ്സിലായി. ഇനിയും മുന്നോട്ട് പോകുമ്പോൾ അടുത്തത് ആധാർ. സാർ ഇതെന്താ സാർ ആധാർ കഴിഞ്ഞ അടുത്ത ആധാറാ? എടാ, ആധാർ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പൊ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഇന്ത്യ ഗവൺമെന്റ് ഇറക്കിയിട്ടുണ്ട് അല്ലേ? അപ്പൊ ആ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ടൊക്കെ വന്നൊരു സാധന, നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മൾ ജനിക്കുമ്പോൾ തൊട്ട് നമ്മൾ എടുക്കുന്ന എഡ്യൂക്കേഷൻ തരത്തിലുള്ള കാര്യങ്ങൾ മാത്രം സ്റ്റോർ ചെയ്ത് വെക്കാൻ ഇലക്ട്രോണിക്കലി നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഐഡന്റിഫിക്കേഷൻ, അതായത് ഒരാളുടെ ഒരു ആധാർ ID നമുക്ക് കിട്ടുവാണെങ്കിൽ ആ ID ഉപയോഗിച്ചാൽ അവന് ഏതൊക്കെ ക്വാളിഫിക്കേഷൻസ് അടിച്ചു, അതായത് പിന്നെ ക്രെഡിറ്റ്സ്, അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പൊ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഡിഗ്രി കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇത് കിടക്കും, അങ്ങനെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് മാത്രം അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് മാത്രം അറിയുന്ന ഒരാളുടെ ഐഡന്റിറ്റിയാണ് ആധാർ എന്ന് പറയുന്നത്. അതിപ്പോ അത് കോമൺ ആയി വരുന്നുണ്ട് അല്ലെ, കോമൺ ആയി വരുന്നു, ചില സ്ഥലത്ത് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇല്ലെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് ആ സാധനം ഉണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കുക, അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. ഓക്കെ, യെസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ നമുക്ക് അവിടെ ആധാർ ID ഒക്കെ അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ക്യാപ്ച കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുക. ഇനി അത് ഇല്ല എങ്കിൽ നിങ്ങൾ അവിടെ നോ എന്ന് സെലക്ട് ചെയ്യുക, നേരെ സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, യെസ്. ഇനി അടുത്തത് സെലക്ട് ഫോർ എക്സാം അല്ലെ, CUET UG നമ്മൾ സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ ടെസ്റ്റ് പേപ്പേഴ്സ്, ഏതൊക്കെ പേപ്പർ സെലക്ട് ചെയ്യണം, ഇതാണ് നിങ്ങളുടെ ഇമ്പോർട്ടന്റ് ഏരിയ. ഇത് സെലക്ട് ചെയ്യാൻ അറിയാതെ, ഏതൊക്കെ സബ്ജക്ട്സ് നിങ്ങൾക്ക് എഴുതണം എന്നറിയാതെ മുന്നോട്ട് പോവുകയും ചെയ്യരുത്, ഇത് ഫില്ല് ചെയ്യുകയും ചെയ്യരുത്. നിങ്ങൾ ഫില്ല് ചെയ്യാതെ നിങ്ങൾ നേരെ വീഡിയോ സേവ് ചെയ്ത് വെച്ച് നേരെ എന്ത് ചെയ്തോളൂ, ആദ്യം അത് കണ്ടുപിടിച്ചിട്ട് പോവാ. കാരണം നമ്മുടെ ഈ പറയുന്ന ഈ സാധനങ്ങൾ, ഈ സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ ഏത് ഡിഗ്രി എടുക്കാനാണ് ആഗ്രഹിക്കുന്നത് അതിനൊക്കെ അനുസരിച്ച് ഓരോ യൂണിവേഴ്സിറ്റികളുടെയും ഇതിൽ പങ്കെടുക്കുന്ന പല CUET വഴി അഡ്മിഷൻ എടുക്കുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട്. ആ യൂണിവേഴ്സിറ്റികളുടെയൊക്കെ പ്രോസ്പെക്ടസും അതൊക്കെ വായിച്ചാൽ മനസ്സിലാകും. നമ്മൾ പോയി നോക്കണം, നമുക്ക് ഏതാണ് യൂണിവേഴ്സിറ്റി വേണ്ടത്, അവരുടെയൊക്കെ പ്രോസ്പെക്ടസ്. അവര് പറയും ഏത് സബ്ജക്ട് കോമ്പിനേഷൻ ആണ് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നത്, ഏതൊക്കെ സബ്ജക്ട് എഴുതിയവരെയാണ് ഞങ്ങൾ ഈ ഡിഗ്രിക്ക് വേണ്ടി അഡ്മിഷൻ എടുക്കുന്നത്. അത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമുക്ക് വേണ്ടതിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. മോസ്റ്റ്ലി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റുകളൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് എല്ലാം അങ്ങ് കൊടുത്തു വിടാം. ഓക്കെ, പക്ഷെ എങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, ചില സബ്ജക്റ്റുകൾ അറിഞ്ഞ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പൊ അത് ഡൗട്ട് ക്ലിയർ ചെയ്യാതെ ഈ ഫില്ല് ചെയ്ത് പോകരുത് കേട്ടോ നിങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട്,
അതുപോലെ നമ്മുടെ ഒഫീഷ്യൽ സൈറ്റായ പിന്നെ CUET സൈറ്റിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിനെപ്പറ്റി ഉണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഹെൽപ്പ് ലൈൻ നമ്പറായിട്ട് കോൺടാക്ട് ചെയ്യുക, നിങ്ങൾ ഡിസിഷൻസ് എടുക്കുക, എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൽ സബ്ജക്ട് തിരഞ്ഞെടുക്കുന്നു. ലാംഗ്വേജ് ഒക്കെ എപ്പോഴും ബെറ്റർ ഇംഗ്ലീഷ് തന്നെയായിരിക്കും. മലയാളം സെലക്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇംഗ്ലീഷ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു, ലാംഗ്വേജ് സെലക്ട് ചെയ്യുന്നു. നിങ്ങൾ ഇപ്പോൾ സയൻസ് ഒക്കെ ആണെങ്കിൽ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, ഇനി ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അങ്ങനെ ഈ ലാംഗ്വേജും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും അടക്കം മാക്സിമം നിങ്ങൾക്ക് 5 എണ്ണം മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. 5 എക്സാം മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതാ സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഇനി ക്വസ്റ്റ്യൻ പേപ്പർ ഏത് മീഡിയത്തിൽ നിങ്ങൾക്ക് എഴുതണം അവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക. ഇനി നിങ്ങൾ എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്നത് ഏത് സ്ഥലത്താണ്? അപ്പൊ നിങ്ങൾക്ക് ഒരു ഒറ്റ സ്ഥലം പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒരു 4 ചോയ്സ് കൊടുക്കാം. എനിക്ക് ഏറ്റവും അടുത്ത് കിട്ടിയാൽ കൊള്ളാം എന്ന രീതിയിൽ ആദ്യത്തെ ഒരു ചോയ്സ് കൊടുക്കാം. പിന്നെ അത് കിട്ടിയില്ലെങ്കിൽ ഇത് കിട്ടിയാൽ കൊള്ളാം, സെക്കൻഡ് ചോയ്സ് കൊടുക്കാം. അല്ലെങ്കിൽ അതും ഇല്ലെങ്കിൽ മൂന്നാമത്തെ ചോയ്സ്, ഇങ്ങനെ 4 ചോയ്സ് കൊടുക്കാം. നിങ്ങളുടെ പ്രിഫറൻസിന്റെ ഓർഡർ അനുസരിച്ച് ഏറ്റവും അടുത്തുള്ളത് ആദ്യം ഫസ്റ്റ് ചോയ്സിൽ കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ദൂരെ ഉണ്ടെങ്കിൽ സെക്കൻഡ് ചോയ്സിൽ കൊടുക്കാം. സോ നിങ്ങൾ ആ എക്സാം എഴുതുന്ന മെയ് മാസ സമയങ്ങളിൽ എവിടെയായിരിക്കുമോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു എക്സാം സ്ഥലം കൊടുക്കുക. ഓക്കെ, അങ്ങനെ പ്രിഫറൻസ് അനുസരിച്ച് 4 എണ്ണം കൊടുക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യും, പിന്നീട് അവരത് അലോട്ട് ചെയ്ത് തരും ഏത് സ്ഥലത്താണ് നമ്മൾ പോയി എഴുതേണ്ടത് എന്നുള്ളത്. ഓക്കെ, സോ സ്റ്റേറ്റും കൊടുക്കണം, ആ സ്റ്റേറ്റിലെ ഏത് സിറ്റിയാണെന്ന് കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ കേരളയായിരിക്കും കൂടുതൽ ആൾക്കാർ സെലക്ട് ചെയ്യുക. കേരളത്തിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള സ്ഥലം എവിടെ, സിറ്റി ചെയ്ത് അതും കൂടി കൊടുത്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. പിന്നെ അച്ഛന്റെ പേര്, വീണ്ടും അച്ഛന്റെ ഒക്യുപ്പേഷൻ, അതുപോലെ തന്നെ അച്ഛന്റെ അല്ലെങ്കിൽ ഗാർഡിയന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. ഇനി അമ്മയുടെ ഒക്യുപ്പേഷൻ, അമ്മയുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ഇത്രയും കൊടുക്കുന്നു. വീണ്ടും നമ്മൾ ക്യാപ്ചർ അടിച്ച് വീണ്ടും മുന്നോട്ട് തന്നെ പോകുന്നു. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് കൊടുക്കണം. നമ്മുടെ 10th ഡീറ്റെയിൽസും 12th ഡീറ്റെയിൽസും കൊടുക്കണം. സോ ആദ്യം 10th ഡീറ്റെയിൽസ് ആണ്. പാസ് സ്റ്റാറ്റസ്, പാസ്സായോ, ആയെങ്കിൽ ഏത് വർഷം. ഓക്കെ, ഇനി അതിനുശേഷം ക്വാളിഫയിങ് എക്സാം, പ്ലേസ് ഓഫ് സ്കൂൾ, എക്സാമിന്റെ പേര്, ഏത് സ്കൂളിൽ, അതിന്റെ സ്ഥലം എവിടെ, ടൈപ്പ് ഓഫ് സ്കൂൾ, അതായത് ഗവൺമെന്റ് കോളേജ് ആണോ, ഏത് കോളേജ് ആണോ, അങ്ങനെ എന്തൊക്കെയുണ്ട് ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ നിങ്ങളുടെ കോളേജ് അല്ല, സ്കൂൾ അല്ലേ, നിങ്ങളുടെ സ്കൂൾ ഏതാണെന്ന് കൊടുക്കുക, എന്ത് സ്കൂളായിരുന്നു, എന്ത് സാധനമായിരുന്നു. അതുപോലെ ആ സ്റ്റേറ്റ്, ക്വാളിഫയിങ് എക്സാമിനേഷൻ ഡിസ്ട്രിക്ട്, സ്കൂൾ, നിങ്ങൾ ഏത് ബോർഡ്, അതിന്റെ ബോർഡ് ഏതാ നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള സെലക്ട് ചെയ്യണം. റിസൾട്ട് മോഡ്, എങ്ങനെയാണ് റിസൾട്ട് വരുന്നത്, ഗ്രേഡ് ആണോ, പിന്നെ അതുപോലെ തന്നെ പെർസെന്റേജ് ആണോ, കാര്യങ്ങൾ. അപ്പൊ അവിടെ ചില ആൾക്കാർ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരികയാണെങ്കിൽ നമ്മുടെ ഹെൽപ്പ് ഡെസ്കിൽ അത് കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ കൺഫ്യൂഷൻ മാറ്റിയതിന് ശേഷം മാത്രം, ഓരോരുത്തർക്കും ഡിഫറൻറ്റ് ആയിരിക്കും, അതുകൊണ്ട് നിങ്ങൾ ആ കൺഫ്യൂഷൻ മാറ്റിയതിന് ശേഷം മാത്രം ഇവിടെയൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി രജിസ്ട്രേഷൻ നമ്പർ, എൻറോൾ നമ്പർ, നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ, ആ സമയത്തുള്ള സ്കൂളിന്റെ കോളേജിന്റെ അഡ്രസ്സ്, പിൻകോഡ്, ഇതൊക്കെ അടിച്ച് മുന്നോട്ട് പോകുന്നു. അപ്പൊ നിങ്ങളുടെ 12th ചോദിക്കുമ്പോൾ ഇതേപോലെ തന്നെ പാസ് സ്റ്റാറ്റസ്, നിങ്ങൾ പാസ്സായില്ലല്ലോ. ഇപ്പൊ 12th എഴുതുന്നവരാണ് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ 12th പാസ്സായിട്ടില്ല. അപ്പൊ നിങ്ങൾ അതിൽ എന്ത് ചെയ്യണം, പാസ്സായി എന്നുള്ളതല്ല, നിങ്ങൾ അതിൽ അപ്പിയറിംഗ് എന്ന ഓപ്ഷൻ ആണെന്നുള്ളതെങ്കിൽ അത് കൊടുക്കുക. അപ്പിയറിംഗ് എന്നുള്ളെങ്കിൽ ഓൺ ഗോയിങ്ങോ എന്തെങ്കിലും കാണും, അത് കൊടുക്കുക. ഇനി ഇയർ ഓഫ് പാസിംഗ് ഓർ അപ്പിയറിംഗ്, ഏത് വർഷമാണ് നിങ്ങൾ പാസ് ചെയ്തത്, അല്ലെങ്കിൽ ഏത് വർഷമാണ് നിങ്ങൾ പിന്നെ അപ്പിയർ ആവാൻ പോകുന്നത്, അപ്പം അത് നിങ്ങൾ കൊടുക്കുക. 12th ഈ വർഷം തന്നെ കൊടുക്കുക. ക്വാളിഫയിങ് എക്സാം, പ്ലേസ് ഓഫ് സ്കൂൾ, ടൈപ്പ് ഓഫ് സ്കൂൾ ഓർ കോളേജ്, ക്വാളിഫയിങ് എക്സാമിനേഷൻ സ്റ്റേറ്റ്, ക്വാളിഫയിങ് എക്സാമിനേഷൻ ഡിസ്ട്രിക്ട്, ഇത് തന്നെ +2ന്റെ മുഴുവൻ ഡീറ്റെയിൽസും കൊടുക്കുക. നമ്മൾ എങ്ങനെയാണ് ഇത് കൊടുത്തത്, അതുപോലെ തന്നെ +2ന്റെ ആ ഒരു ബോർഡ് നടത്തുന്ന ബോർഡ്, റിസൾട്ട് മോഡ്, പിന്നെ സ്കൂൾ, കോളേജ് നെയിം, അഡ്രസ്, സ്കൂൾ പിന്ന്. ഓക്കെ, അപ്പം ഈ ഒരു ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുന്നതിൽ ആർക്കെങ്കിലും, അതായത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ സ്ഥലങ്ങളായിരിക്കും. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡൗട്ട് വരികയാണെങ്കിൽ ഹെൽപ്പ് ലൈൻ നമ്പറിലോട്ട് മെസ്സേജ് അയക്കുക. നിങ്ങളുടെ സ്കൂൾ ഏതാണ്, അല്ലെങ്കിൽ ഇന്ന ക്ലാസ് ആണോ, ഇതൊക്കെയാണ്. അപ്പോൾ ഏതാണ് ഇതിലൊക്കെ സെലക്ട് ചെയ്യേണ്ടത്, ഡൗട്ട് ഉള്ള ആളുകൾ എന്ത് ചെയ്യണം, ഹെൽപ്പ് ലൈനിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. റീപ്ലൈ ചിലപ്പോൾ കുറച്ച് സ്ലോ ആയിരിക്കും, കാരണം ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. പേടിക്കണ്ട, സമയമുണ്ടല്ലോ, ഫോം ഫില്ല് ചെയ്യാൻ ഒരുപാട് സമയമുണ്ടല്ലോ, പേടിക്കല്ലേ. യെസ്, ഇനി അടുത്തത്, Are you a teen and both apply for CUET UG 2026? നിങ്ങളുടെ വീട്ടിൽ ഇരട്ടകൾ, അതായത് നമ്മളെപ്പോലെ കാണുന്ന ഇരട്ടകൾ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ ബോത്തായ ആളുകളും എക്സാം എഴുതുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. നല്ല ക്യാപ്ചയും കൊടുക്കുന്നു, സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുന്നു, മുന്നോട്ട് തന്നെ പോകുന്നു. അപ്പോൾ അടുത്തത് എമർജൻസി ഡീറ്റെയിൽസ് ആണ്. എമർജൻസി ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ പാരന്റ്സിന്റെയോ അല്ലെങ്കിൽ ഗാർഡിയന്റെയോ ഒരു എമർജൻസി സിറ്റുവേഷനിൽ നിങ്ങൾ ആരെയാണോ കോൺടാക്ട് ചെയ്യേണ്ടത്, ആ ഒരു കോൺടാക്ട്, അതിന്റെ കൺട്രി കോഡും മൊബൈൽ നമ്പറും ഇമെയിൽ അഡ്രസ്സും സഹിതം കൊടുക്കുക. ഗെറ്റ് OTP കൊടുത്തിട്ട് ആ നമ്പർ വെരിഫൈ ചെയ്യുകയും ചെയ്യുക. ശേഷം നിങ്ങളുടെ ഒരു ഇമേജ് ക്യാപ്ചർ ചെയ്യാനുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത്, ഇവിടെ നിങ്ങളുടെ ഇമേജ് കാണാം. അതിനുശേഷം ആ ഇമേജ് എന്ത് ചെയ്യുക, ക്യാപ്ചർ ചെയ്യുക, മുന്നോട്ട് തന്നെ പോവുക. മുന്നോട്ട് പോയതിനു ശേഷം നിങ്ങൾക്ക് വരുന്നത് നിങ്ങളുടെ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ്. ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് വിത്ത് 80% ഫേസ് വിത്തൗട്ട് മാസ്ക്. നിങ്ങൾ ആ ഫോട്ടോയിൽ നിങ്ങളുടെ കൈകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ദൂരെ ഇങ്ങനെ നല്ല കണ്ടത്, ആ ഫോട്ടോയിന്റെ 80% നിങ്ങളുടെ മുഖമായിരിക്കണം. മുഖം എന്ത് പാടില്ല, മാസ്ക് ഒന്നും പാടില്ല. ഇനി അത് ഫോർമാറ്റ് JPG ഫോർമാറ്റിലുള്ള ഇമേജ് ആയിരിക്കണം. മിനിമം 10 GB സൈസ് ആയിരിക്കണം, മാക്സിമം 200 GB സൈസ് ആയിരിക്കണം. അപ്പൊ സോ നിങ്ങൾ 250 300 KB അല്ലെങ്കിൽ ഒരുപാട് KB ഉള്ള ഫോട്ടോയാണെങ്കിൽ നിങ്ങൾ അതിനെ കംപ്രസ് ചെയ്ത് 200 KBക്ക് താഴെ എത്തിക്കാൻ നോക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ ഇത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ചൂസ് ഫയൽ കൊടുക്കുക, ആ സാധനം സെലക്ട് ചെയ്യുന്നു, മുന്നോട്ട് പോകുന്നു.
ഒപ്പ് സിഗ്നേച്ചർ ഇതുപോലെ തന്നെ JPG ആയിരിക്കണം, അല്ലെങ്കിൽ JPG ഫോർമാറ്റ് ആയിരിക്കണം. 10 KB മിനിമം, മാക്സിമം ഇവിടെ 50 KB. അപ്പോൾ ഒപ്പിന് നിങ്ങൾക്ക് മാക്സിമം 50 KB അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് 50-ന് മുകളിലോട്ടുള്ള ഫോട്ടോ ആണെങ്കിൽ കംപ്രസ് ചെയ്ത് 50 KBക്ക് അടിയിൽ എത്തിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഓക്കെ, ശരി. അങ്ങനെ നിങ്ങൾ ഡോക്യുമെന്റ് ഒക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു ഫൈനൽ സബ്മിഷൻ, നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും പേജിലും കാണാം. നിങ്ങളുടെ ഫോട്ടോ, നിങ്ങളുടെ ഒപ്പ്, നിങ്ങളുടെ ആധാർ, മറ്റു കാര്യങ്ങൾ, നിങ്ങൾ ഇത്രയും നേരം കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും ഒരൊറ്റ ഫോമിൽ കാണാം. എല്ലാം വായിച്ച് കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തി യു ഷുവർ വാണ്ട് ടു ഫൈനൽ, ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. എല്ലാം വെരിഫൈ ചെയ്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ഡീറ്റെയിൽസ് ഒക്കെ വെരിഫൈ ചെയ്ത് ടിക്ക് കൊടുക്കുക. ശേഷം നിങ്ങൾ ഷുവർ വാണ്ട് ടു സബ്മിറ്റ് ദ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ യെസ്സും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമും കൂടി കംപ്ലീറ്റ് ആയി. ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പേയ്മെന്റ് അടയ്ക്കാൻ പറ്റും. പേയ്മെന്റിന്റെ ഓപ്ഷൻ സാധാരണ നമ്മൾ അടയ്ക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ ഏതൊക്കെയാണോ പേയ്മെന്റ് ബാങ്ക്, അതിനുശേഷം നിങ്ങൾക്ക് പേയ്മെന്റിന്റെ കൺഫർമേഷൻ സ്ലിപ്പും കൂടി കിട്ടും. ഓക്കെ, സോ പേയ്മെന്റ് അടയ്ക്കാൻ ഒരു ദിവസം കൂടി 31-ാം തീയതി വരെ സമയമുണ്ട്. എന്നാൽ അങ്ങനെ കാത്തിക്കണ്ട. പൈസ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളൂ, ഡയറക്ട്ലി പേയ്മെന്റ് അയച്ചോളൂ. ഓക്കെ, സോ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഒരുപാട് സംശയങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് മനസ്സിൽ. അങ്ങനെ ഡൗട്ട്സ് ഉള്ളവരൊക്കെ തന്നെ നമ്മുടെ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, മെസ്സേജ് ഇത്തിരി ഡിലേ ആണെങ്കിലും നിങ്ങൾക്ക് റീപ്ലൈ കിട്ടും. സോ നമ്മുടെ പഠനമാണ് പ്രൈമറി, പഠനമാണ് പ്രധാനം. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ എന്താണെങ്കിലും. അപ്പൊ സോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മക്കളൊക്കെ ചിന്തിച്ചോ, ലൈഫിന്റെ ഏറ്റവും ടേണിംഗ് പോയിന്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിന്റെ തന്നെ ഏറ്റവും ടേണിംഗ് പോയിന്റിലാണ് എത്തി നിൽക്കുന്നത്. ഇവിടുന്ന് നിങ്ങൾ ഏത് വഴിക്ക് പോകുന്നോ, ഏത് വണ്ടി വിളിക്കുന്നോ, അതിനനുസരിച്ചിരിക്കും നിങ്ങൾ എത്തുന്ന ഡെസ്റ്റിനേഷനും. സോ പയ്യെ പോണോ, സൈക്കിൾ ഓടിച്ചു പോണോ, അതോ കാറ് കയറി പോണോ, ട്രെയിൻ കയറി പോണോ, ഏത് റൂട്ടിൽ പോകണം, എല്ലാം തീരുമാനിക്കുന്ന ഈ പോയിന്റിൽ നിന്ന് കൃത്യമായ തീരുമാനങ്ങൾ എടുത്ത് പഠിച്ച് തന്നെ തുടങ്ങുക. എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളെയൊക്കെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു വീഡിയോയിൽ കാണാം, മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.